പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കുറച്ചൊരു സിറ്റുവേഷനിൽ ഓൺലൈനായിട്ട് മുന്നോട്ട് നീങ്ങിയേ പറ്റുള്ളൂ. പിന്നീട് നമുക്ക് തിരിച്ചു വരാവുന്നതാണ്. ക്ലാസ്സുകൾ നഷ്ടപ്പെടേണ്ട എന്നുള്ള ഒരു മൈൻഡിൽ നമുക്ക് കുറച്ച് വീഡിയോ ക്ലാസ്സുകളായിട്ട് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ടോട്ടൽ 15 ചാപ്റ്റേഴ്സാണ് 9th എല്ലാ ടോപ്പിക്കും ചെയ്യാനുണ്ട്. ഡിലീറ്റഡ് പോർഷൻസ് ഒന്നുമില്ല, എല്ലാം വർക്കൗട്ട് ചെയ്യണം. ഫസ്റ്റ് ചാപ്റ്റർ നമ്പർ സിസ്റ്റം എന്നാണ്. ചാപ്റ്ററിൻ്റെ പേര് നമ്പർ സിസ്റ്റം. നമ്പേഴ്സിനെ കുറിച്ച് ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നമ്പേഴ്സ്: റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ, ഇൻറ്റിജർ, പോസിറ്റീവ് ഇൻറ്റിജർ, നെഗറ്റീവ്, then even numbers, odd numbers, prime numbers, composite number, whole numbers, different types of numbers. ഇവിടെ നമുക്ക് കുറച്ച് റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, അതിനെ കുറിച്ചുള്ള കുറച്ച് കാൽക്കുലേഷൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ ടോപ്പിക്കും കണ്ട് നോട്ടിൽ എഴുതി വെച്ച് സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് റിവൈസ് ചെയ്ത് ലൈവ് ഡിസ്കഷനിൽ പങ്കെടുത്ത് സെറ്റാക്കി എടുക്കുക. അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. പെർഫെക്റ്റായിട്ട് യൂണിറ്റ് ടെസ്റ്റ് എഴുതുക. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ഇതൊക്കെ നമ്പർ സിസ്റ്റം. സൈഡ് ഹെഡിങ് എഴുതുക: റാഷണൽ നമ്പർ. റാഷണൽ നമ്പർ. സൈഡ് ഹെഡിങ് എഴുതുക: റാഷണൽ നമ്പർ. പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു സിറ്റുവേഷനിൽ കുറച്ച് ദിവസങ്ങൾ നമുക്ക് വീഡിയോ ക്ലാസ്സുകളായിട്ട് സെറ്റ് ചെയ്യാം. വീക്കിലി ഒരു വീഡിയോ, അതിൻ്റെ ഡിസ്കഷൻ 2 hours, അതിൻ്റെ വർക്കൗട്ട് ടെസ്റ്റ് പേപ്പർ 45 minutes, 1 hour ടെസ്റ്റ് പേപ്പർ. അങ്ങനെ കുറച്ച് ദിവസം ഒന്ന് ഈ കേസസൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നവരെ നമുക്ക് വളരെ ഭംഗിയായിട്ട് പോകാം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് ഭംഗിയായിട്ട് സക്സസ് ആക്കി കൊണ്ടുപോയ കാര്യമാണ്. അത് നിങ്ങൾ ഒന്ന് നീറ്റായിട്ട് വർക്കൗട്ട് ചെയ്ത് കറക്റ്റ് ചെയ്താൽ തന്നെ സക്സസ് ആയി. ഓക്കെ, ഫസ്റ്റ് നമ്പർ സിസ്റ്റമാണ് ചാപ്റ്റർ. ടോട്ടൽ 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 11 ചാപ്റ്റേഴ്സ് ടോട്ടൽ 15 ചാപ്റ്റേഴ്സ്. 15 ചാപ്റ്റേഴ്സിലൊന്നും ഡിലീറ്റഡ് പോർഷൻ അല്ല. ഓൾ ടോപ്പിക്ക് ആവശ്യമുണ്ട്. എല്ലാം വർക്കൗട്ട് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, സെറ്റാക്കി എടുക്കണം കേട്ടോ. ഒരു സിസ്റ്റം നമ്മൾ പഠിക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് പഠിക്കണം. നമ്മളെ ലൈഫ് ലോങ് വേണ്ട ഓരോ കാര്യങ്ങളാണ്. അത് നമുക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റില്ല. വർക്കൗട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സിനെ കുറിച്ച് നമുക്കറിയാം അല്ലേ? വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ്? നാച്ചുറൽ നമ്പേഴ്സ്, ഈവൺ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ്, കോമ്പോസിറ്റ് നമ്പർ, പിന്നെ പറഞ്ഞോളൂ, റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ, ഇൻറ്റിജേഴ്സ്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ്, കുറേ ടൈപ്പ് നമ്പേഴ്സ് ഉണ്ട് അല്ലേ? ഒരുപാട് ടൈപ്പ് നമ്പേഴ്സ് ഉണ്ട്. അതിൽ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് നമുക്ക് കാര്യമായിട്ട് കുറച്ച് പഠിക്കാനുള്ള, ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സാണ് കാര്യമായിട്ട് ഈ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യാനുള്ളത് കേട്ടോ. ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് സൈഡ് ഹെഡിങ് എഴുതി വെക്കുക എല്ലാവരും. നമ്പർ സിസ്റ്റം ചാപ്റ്റർ, നമ്പർ സിസ്റ്റം അടിയിലെഴുതുക, അടിയിലെഴുതി വെക്കുക. റാഷണൽ നമ്പേഴ്സ് സൈഡ് ഹെഡിങ് എഴുതുക. റാഷണൽ നമ്പേഴ്സ്. ബാക്കിയുള്ള നമ്പേഴ്സിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. റാഷണൽ നമ്പേഴ്സ്: എ നമ്പർ ഓഫ് ദി ഫോം P/Q. എ നമ്പർ ഓഫ് ദി ഫോം P/Q. A number of the form P/Q where P and Q are co-prime integer and Q not equal to 0,
where p and q are coprime integer, q not equal to 0 is called a rational number. It's called a rational number. Example 1/2, 3/5, 7 അങ്ങനെ ഇൻഫിനിറ്റി ആയിട്ട് കുറേ റാഷണൽ നമ്പേഴ്സിനെ കുറിച്ച് നമുക്കറിയാം. വാട്ട് ഇസ് മീൻ ബൈ കോപ്രൈം ഇൻറ്റിജർ അറിയാലോ? അടിയിൽ വേണം ജസ്റ്റ് എഴുതി വെക്കുക. 2 integers are said to be coprime. 2 integers are said to be coprime if they have no common factor other than 1. If they have no common factor other than 1. അതാണ് കോപ്രൈം ഇൻറ്റിജേഴ്സ്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾസ് നോക്കാം. ഒരു 1-2 സ്റ്റേറ്റ്മെൻറ്റ് ചെറിയ ചെറിയ പ്രോബ്ലംസ് ആയിട്ട്. Are the following statements true or false? Are the following statements true or false? Give reason for your answer. Reason പറയണം കേട്ടോ. Give reason for your answer. First one, every whole number is a natural number. Every whole number is a natural number ആണോ? False ആണ് അല്ലേ? Whole number means 0, 1, 2, 3, 4 etc. Natural number means 1, 2, 3, 4 etc. It is false. അടുത്തത്, every integer is a rational number. Yes, true. Every integer rational numbers ആണ്. 2, 2/1, 3, 3/1, 4, 4/1, 1. എല്ലാ ഇൻറ്റിജേഴ്സും rational numbers ആണ്. Every integer is a rational numbers. Question ആണ്, അതിൻ്റെ ആൻസർ true. Third question, every rational number is an integer. Every rational number is an integer. False. Every rational number, ഇപ്പോൾ 3/5 is a rational number. Is not an integer. It is not an integer. ഇത് ഇൻറ്റിജർ അല്ല. എവറി റാഷണൽ നമ്പർ ഈസ് an integer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി റാഷണൽ നമ്പർ ഈസ് നോട്ട് ആൻ ഇൻറ്റിജർ. ഇൻറ്റിജർ അല്ല, അത് സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണ്. അതാണ് അടുത്തത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് 5 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 2. ക്വസ്റ്റ്യൻ എക്സാമ്പിൾ പ്രോബ്ലം ആണ്. റാഷണൽ നമ്പേഴ്സിന് ചെറിയൊരു ടോപ്പിക്കാണ്. ഫൈൻഡ് 5 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 2. 1 and 2, 1-ൻ്റെയും 2-ൻ്റെയും ബിറ്റ്വീനിൽ 5 റാഷണൽ നമ്പേഴ്സാണ്. എത്ര വേണമെങ്കിലും നമുക്ക് എഴുതാം. ഇൻഫിനിറ്റി നമ്പേഴ്സ് ഉണ്ടാവും അല്ലേ? 2 കേസിൽ ചെയ്യുക. എന്ത്, 1 + 2/2 അതിൻ്റെ ഹാഫ് എടുക്കുക. പിന്നെ ദെൻ നെക്സ്റ്റ് 2, 1 ആഡിങ് ഹാഫ്, ആഡിങ് ഹാഫ്, ആഡിങ് ഹാഫ്, അങ്ങനെ പോരാ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം. 1 മീൻസ് 1/1, 2 മീൻസ് 2/1. In between 1 and 2, 5 rational numbers between 1 and 2. Then 1 means 1/1 and 2 means 2/1. Then more than 5, multiplying both 1/1 and 2/1, more than 5. 5-ൻ്റെ കൂടുതൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻ ബിറ്റ്വീൻ 5 റാഷണൽ നമ്പേഴ്സാണ് എഴുതേണ്ടത്. ദെൻ മോർ ദാൻ 5 കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യാം. ദെൻ 6/6 രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈയിങ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് ബോത്ത് റാഷണൽ നമ്പേഴ്സ്. 6 × 1 6/6. ദെൻ 6 × 2 12/6. 6/6 എന്താണ്? 1 ആണ്. 12/6 എന്താണ്? 2 ആണ്. Then 1 and 2 converted into another form of rational numbers. Rational numbers in another formയിലേക്ക് കൺവേർട്ട് ചെയ്തു. Then multiplying more than 5. ഇപ്പം write the 7 rational numbers ചോദിച്ചാൽ more than 7 കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യുക. റൈറ്റ് 10 rational numbers ചോദിച്ചാൽ 11 കൊണ്ടോ 12, 20, 30 കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യുക. Then multiplying numerator and denominator, 1 × 6, 6/1 × 6, 6. 2 × 6, 12/1 × 6, 6. Then 6/6 and 12/6 in between, 7/6, 8/6, 9/6, 10/6, 11/6. 1, 2, 3, 4, 5. 5 rational numbers between 1 and 2. 5 rational numbers between 1 and 2. സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചെറിയൊരു ചാപ്റ്ററാണ്. കുറച്ച് വർക്കൗട്ട് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ടോപ്പിക്കൊക്കെ സിമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. ഫൈൻഡ് 6 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 4. ഫൈൻഡ് 6 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 4. ഓക്കെ, 3 and 4. Then fraction 3 means 3/1, 4/1. Multiplying both the numerator and denominator by 10. 10 കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യുക. 6 ആണ് ചോദിച്ചത്, 7 മതി, പക്ഷെ 10 കൊണ്ട് അങ്ങ് പ്രൊഡക്റ്റ് ചെയ്തിട്ടേക്കുക.
10 3s are 30 by 1 10s are 10. 10 4s are 40 by 1 10s are 10. പ്രൊഡക്റ്റ് ചെയ്തു. 10 3s are 30 by 1 10s are 10. 4 10s are 40 by 1 10s are 10. Then in between 30 by 10 and 40 by 10. 31 by 10, 32 by 10, 33 by 10, 34 by 10, 35 by 10, 36 by 10, 37. എത്ര മതി 6 നമ്പേഴ്സ് മതി. ഇഷ്ടം പോലെ എഴുതാൻ പറ്റും. ഓക്കെ, അതാണ് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു കേസ്. റാഷണൽ നമ്പേഴ്സ് മീൻസ് ഇറ്റ് ഇസ് എ റെപ്രസെൻറ്റഡ് പി ബൈ ക്യൂ ഫോം. പി ആൻഡ് ക്യൂ ആർ ഇൻറ്റിജർ, ക്യൂ നോട്ട് ഈക്വൽ ടു 0. ദെൻ ഇൻ ബിറ്റ്വീൻ റാഷണൽ നമ്പേഴ്സ് ഫസ്റ്റ് വരുന്നൊരു ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, ഈസ് 0 എ റാഷണൽ നമ്പർ? 0 എ റാഷണൽ നമ്പർ? ക്വസ്റ്റ്യൻ മാർക്ക്. Can you write it in the form P by Q, where P and Q are integer, Q not equal to 0? ആണോ അല്ലയോ? യെസ്, 0 is a rational number. 0 by 2, 0 by 3, 0 by 4, 0 by 1, 0 by 8, 0 by -2. Okay, P by Q form. P is equal to 0, Q is equal to any number. എഴുതി വെക്കുക. യെസ്, ഇറ്റ് ഈസ് എ റാഷണൽ നമ്പർ. ഇറ്റ് ക്യാൻ റിട്ടേൺ ആസ് ഇൻ ദി ഫോം പി ബൈ ക്യൂ. പി ആൻഡ് ക്യൂ ആർ ഇൻറ്റിജർ, ക്യൂ നോട്ട് ഈക്വൽ ടു 0, 0 by 2, 0 by 3, 0 by 4 എന്ന് എഴുതി വെക്കുക. നെക്സ്റ്റ് വൺ, ഫൈൻഡ് 5 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3 by 5 and 4 by 5. 3 by 5 and 4 by 5. Write 5 rational numbers between denominators are equal. Then write 5 rational numbers multiplying both the numerator and denominator greater than 5. 5-നേക്കാൾ വലുത് കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യണം. greater than 5. Then multiplying both the numerator and denominator by 10 by 10 by 10. 10 കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യാം. 10 by 10 into 10 by 10, 30 by 50, 40 by 50. 30 by 50 and 40 by 50. Then in between 31 by 50, 32 by 50, 33 by 50, 34 by 50, 35 by 50, 5 അല്ലേ ചോദിച്ചുള്ളൂ. 5 എഴുതി. ഇനി വേറെ എത്ര വേണമെങ്കിലും എഴുതായില്ലേ. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 2 റാഷണൽ നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കേസാണ്. ഡിനോമിനേറ്റേഴ്സ് പ്രൊഡക്റ്റ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, പ്രൊഡക്റ്റ് ചെയ്ത് റെഡിയാക്കുക. അങ്ങനെ അറേഞ്ച് ചെയ്ത് പോവുക. അത്രയേ ഉള്ളൂ. ഇനി ഒരു ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ് വെദർ following statements are true or false. Give reason for your answer. Every natural number is a whole number. Yes, every natural number is a whole number. Whole number is all natural number including 0 ആണ് whole number. അപ്പോൾ every natural number is a whole number. Yes or true. Second, every integer is a whole number. Every integer is a whole number means no. False ആണ്. നെഗറ്റീവ് വരുന്നുണ്ട് ഇൻറ്റിജേഴ്സിൽ അല്ലേ. -2 is an integer. It is not a whole number. whole number അല്ല. ഫാൾസ് ആണ്. അടുത്തത് every rational number is a whole number. No, false. 1/2 is a rational number but it is not a whole number. whole number അല്ല. എല്ലാ റാഷണൽ നമ്പറും whole number അല്ല കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. എവറി നാച്ചുറൽ നമ്പർ ഈസ് എ ഹോൾ നമ്പർ, ട്രൂ ആണ്. എവറി ഇൻഡിച്ചർ ഈസ് എ ഹോൾ നമ്പർ, ഫാൾസ് ആണ്. എവറി റാഷണൽ നമ്പർ ഈസ് എ ഹോൾ നമ്പർ, ഫാൾസ് ആണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ റാഷണൽ നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി എഴുതാം. ഫൈൻഡ് 2 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3/4 and 5/9.
3/4 and 5/9. Denominators are unequal. നേരത്തെ ചെയ്തതിലൊക്കെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിരുന്നു. 1 1 ആണ്, 1 1 5 5 ഇതൊക്കെ ആയിരുന്നു. Then firstly the denominators to convert same number using LCM. LCM കണ്ടുപിടിച്ചിട്ട് ഡിനോമിനേറ്റേഴ്സിനെ ഇക്വേറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, 4 and 9 LCM. then 4 and 9's common factor 1 ആണ്. 4 into 9 36 ആണ്. then first fraction multiplying 9/9, that is 27/36. then second fraction multiplying 4/4, that is 20/36. 20/36 and 27/36. 20/36 and 27/36 അല്ലേ? 20/36 and 27/36. ഇൻ ബിറ്റ്വീൻ നമ്പേഴ്സ് എഴുതാലോ, എത്ര വേണമെങ്കിലും എഴുതാലോ അല്ലേ? 26/30, 25/30. എത്ര നമ്പറാണ് ചോദിച്ചത്? റൈറ്റ് 2 റാഷണൽ നമ്പേഴ്സേ ചോദിച്ചിട്ടുള്ളൂ. റൈറ്റ് 2 റാഷണൽ നമ്പേഴ്സേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം. എഴുതി വെച്ചു. 26/30, 25/30, 26/36, 25/36, 24/36 അങ്ങനെ പോവാം. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്റേഴ്സ് അൺഈക്വൽ വരുന്ന കേസിൽ നമുക്ക് അതിനെന്താക്കണം? ഈക്വലൈസ് ചെയ്യുക, ഈക്വലാക്കിക്കൊണ്ടേയിരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? Find 3 rational numbers between 5/6 and 3/8. 5/6 and 3/8. 5/6 and 3/8. Then firstly find out LCM of denominator. 6 and 8 അല്ലേ? 2 3 4. 2 3s are 6, 4s are 24 ആണ് LCM. 24. എത്രയാണ് മക്കൾ LCM? 24. Then multiplying both the numerator and denominator of first fraction 4/4, 20/24. 20/24. Then second multiplying numerator and denominator 3/3, 9/24. 9/24 അല്ലേ? അപ്പോൾ എങ്ങനെ വരും? 19/24, 18/24, 17/24, 10/24, 11/24. കുറേ നമ്പേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. എത്ര വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടോപ്പിക്കിൽ വരുന്ന റാഷണൽ നമ്പേഴ്സിൻ്റെ കേസ്. റാഷണൽ നമ്പർ ഈസ് എ നമ്പർ. ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ P/Q. P and Q are integer. Q not equal to 0. In between rational numbers, calculate ചെയ്യുക with the same denominator and with the same different denominators. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അടുത്ത സൈഡ് ഹെഡിങ് ഇറാഷണൽ നമ്പേഴ്സ്. IRR, ഇറാഷണൽ നമ്പേഴ്സ്. A number which cannot be represented by P/Q. P and Q are integer. Q not equal to 0. A number, എഴുതി വെക്കുക, a number which cannot be represented or expressed in the form P/Q, where P and Q are integer, Q not equal to 0. √2, example എഴുതി വെക്കുക, √2, √3, √5, etc. √2, √3, √5, etc. ഓക്കെ, അവിടെ നമുക്ക് കുറച്ച് കാൽക്കുലേഷനൊക്കെ ലാസ്റ്റാണ് വരുന്ന, ഓപ്പറേഷൻസൊക്കെ. ഇവിടെ ഒരു പിക്ചറാണ്, ആ പിക്ചറാണ് നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമുള്ളത്. അതിനിടയ്ക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് എഴുതാം. സ്റ്റേറ്റ് വെദർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് are true or false, give reason. Every irrational number is a real number. Every irrational number is a real number. Yes, true.
collection of rational and irrational is called a real number. Every irrational number is a real number. True ആണ്. എല്ലാ ടോട്ടൽ കളക്ഷനാണ്. പോസിറ്റീവ് ഇൻറ്റിജർ, നെഗറ്റീവ് ഇൻറ്റിജർ, സീറോ, റാഷണൽ, ഇറാഷണൽ, ദാറ്റ് ഈസ് കോൾഡ് എ റിയൽ നമ്പർ. കളക്ഷൻ ഓഫ് ഓൾ നമ്പേഴ്സ് ഇസ് കോൾഡ് എ റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പറാണ്. സെക്കൻഡ്, എവ്രി പോയിൻ്റ് ഓൺ ദി നമ്പർ ലൈൻ ഈസ് ഓഫ് ദി ഫോം റൂട്ട് എം where m is a natural number, where m is a natural numbers. Every point on the number line is of the form root m, where m is a natural number. m നാച്ചുറൽ നമ്പർ ശരിയാണ്, പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല. കാരണം നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ റൂട്ട് മൈനസ് ടു നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റില്ല. -2 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നാച്ചുറൽ നമ്പറാണ്. -2 ഇതിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഫോൾസ് ആണ്. ബിക്കോസ് no negative number can the square root of any natural number. No negative number can be the square root of any natural number എന്ന് എഴുതി വെക്കാം. നാച്ചുറൽ നമ്പറിൽ നെഗറ്റീവിന് സ്ക്വയർ റൂട്ട് ഇല്ല. പിന്നെ പഠിച്ചോളൂ. തേർഡ്, എവ്രി റിയൽ നമ്പർ ഈസ് ആൻ ഇറാഷണൽ നമ്പർ. എവ്രി റിയൽ നമ്പർ ഈസ് ആൻ ഇറാഷണൽ നമ്പർ. എല്ലാ റിയൽ നമ്പറും ഇറാഷണൽ നമ്പർ ആയിക്കൊള്ളുന്നില്ല, അല്ലല്ലോ. ഓൾ ഇറാഷണൽ നമ്പർ ഈസ് എ റിയൽ നമ്പർ, ബട്ട് ഓൾ ഇറാഷണൽ നമ്പർ ഈസ് എ റിയൽ നമ്പർ. ഓൾ റിയൽ നമ്പർ ഈസ് നോട്ട് ആൻ ഇറാഷണൽ. ഇപ്പോൾ റിയൽ നമ്പേഴ്സിൽ 2 വിടും. 2 ഈസ് നോട്ട് ആൻ ഇറാഷണൽ. ഇൻറ്റിജേഴ്സ് വരും, ഇതൊക്കെ വരുന്നുണ്ട് റിയൽ നമ്പേഴ്സിൽ. പക്ഷെ അതെന്തിൽ വിടുന്നില്ല? ഇറാഷണൽസിൽ വരുന്നില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കളക്ഷൻ ഓഫ് റാഷണൽ, ഇറാഷണൽ, പോസിറ്റീവ് ഇൻറ്റിജർ, നെഗറ്റീവ് ഇൻറ്റിജർ, സീറോ, ദാറ്റ് ഈസ് കോൾഡ് എ റിയൽ നമ്പേഴ്സ്. അതാണ് റിയൽ നമ്പേഴ്സ്. പോയിൻ്റാണ്. ഇവിടെ നമുക്ക് ഈ ഇറാഷണൽ ടോപ്പിക്കിൽ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റെപ്രസെൻറ്റേഷൻ ഓഫ് ഇറാഷണൽ നമ്പർ യൂസിങ് നമ്പർ ലൈൻ. നമ്പർ ലൈൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്കറിയാം നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? 0 ഇസ് ദി മിഡിൽ ഓഫ് ദി നമ്പർ ലൈൻ. ദെൻ റൈറ്റ് ടു പോസിറ്റീവ് 1 2 3 4, ലെഫ്റ്റ് -1 -2 -3 നെഗറ്റീവ്. ദെൻ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇറാഷണൽ നമ്പർ യൂസിങ് നമ്പർ ലൈൻ ആണ് നമുക്കിവിടെ ഫസ്റ്റ് ടോപ്പിക്കിലായിട്ട് പഠിക്കാനുള്ളത്. റെപ്രസെൻറ്റേഷൻ. അതിന് ഫസ്റ്റ് വൺ എഴുതുക. represent root 2 on the number line. Represent root 2 on the number line. Represent root 2 on the number line. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൂട്ട് 2 ഓൺ ദി നമ്പർ ലൈൻ. ഇവിടെ ശ്രദ്ധിക്കുക, റൂട്ട് 2 നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് അറിയണം. യൂസിങ് പൈതഗോറസ് തിയറം, base of the right triangle 1 unit and altitude 1 unit, then we get hypotenuse equal to root 2 unit. 1 square plus 1 square root of 1 plus 1 root 2. That is hypotenuse root 2 unit. Hypotenuse root 2 unit. Then firstly draw the number line. നല്ല വൃത്തിയായിട്ട് നമ്പർ ലൈൻ വരയ്ക്കുക. ദെൻ 0, ഒരു പോയിന്റിൽ 0 മാർക്ക് ചെയ്തു. ഈക്വൽ ഡിസ്റ്റൻസ് 1 സെൻറ്റിമീറ്റർ എടുക്കാം. 1.5 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1 യൂണിറ്റ് ആക്കി എടുക്കാം. 2 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1 യൂണിറ്റ് ആക്കി എടുക്കാം. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. റൂട്ട് 2 ഇസ് എ നമ്പർ ലൈനെ ചോദിച്ചിട്ടുള്ളൂ. റൂട്ട് 2ൻ്റെ സെൻറ്റിമീറ്റർ അല്ല, റൂട്ട് 2 സെൻറ്റിമീറ്റർ എന്നല്ല പറയുക, റൂട്ട് 2 യൂണിറ്റ് ആണ്. അപ്പോൾ 1 യൂണിറ്റ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ ആക്കി എടുക്കാം. 2 സെൻറ്റിമീറ്ററിനെ 1 യൂണിറ്റ് ആക്കി എടുക്കാം. നിങ്ങളെ ബുക്കിലുള്ള സ്പേസിനനുസരിച്ചിട്ട് എടുക്കാം. ദെൻ 1 യൂണിറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം. 1 സെൻറ്റിമീറ്റർ ഓർ 1.5 ഓർ 2 എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എല്ലാം ലെഫ്റ്റ് റൈറ്റ് മാർക്ക് ചെയ്ത് വെച്ചു. തർക്കമില്ലല്ലോ? ഇല്ല. ദെൻ ഡ്രോ എ പെർപെൻഡിക്കുലർ ലൈൻ ത്രൂ 1 ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഡ്രോ എ പെർപെൻഡിക്കുലർ ലൈൻ ത്രൂ 1. ദെൻ മാർക്ക് 1 യൂണിറ്റ് ഓൺ ദാറ്റ് പെർപെൻഡിക്കുലർ ലൈൻ. 0 to 1 കോമ്പസിൽ എടുക്കുക. ആ മെഷർമെൻറ്റ് ഇവിടെ മാർക്ക് ചെയ്യുക. ദെൻ ജോയിനിങ് ദാറ്റ് പോയിൻ്റ് ആൻഡ് 0. പോയിൻറ്റും 0 തമ്മിൽ യൂസ് ചെയ്യും. വി ഗെറ്റ് എ റൈറ്റ് ട്രയാങ്കിൾ. ബേസ് 1 യൂണിറ്റ്, altitude 1 unit, we get hypotenuse root 2 unit. Firstly,
Draw a number line, then middle point 0, right to positive number, left to negative number. 1, 2, 3, 4, -1, -2. Then equal distance, each distance 1 centimeter or 1.5 centimeter or 2 centimeter, anywhere. ഏത് വേണം എടുക്കാം. Then base 1 unit and altitude 1 unit, we get hypotenuse is √2 unit. Then take √2 എടുത്തു, കോമ്പസിൽ എടുത്തു, take √2. Draw an arc. ഇങ്ങനെ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. In between 1 and 2 ഒരു പൊസിഷൻ വരും, that is √2 പൊസിഷൻ. That is √2 പൊസിഷൻ. ഓക്കെ, ക്ലിയർ? ഒന്നും കൂടി ഞാൻ √2 പറയാണ്, ശ്രദ്ധിക്കുക, വളരെ വൃത്തിയായിട്ട് ശ്രദ്ധിച്ചോളൂ. സ്കെയില് പെൻസിലൊക്കെ എടുത്ത് വരയ്ക്കണം. അൺറൂൾഡ് ബുക്കിൽ വരയ്ക്കുക. റൂൾഡ് ബുക്കിൽ വരയ്ക്കുമ്പോൾ നമ്പർ ലൈൻ ഒന്നും കാണത്തില്ല. ഡ്രോ എ ലൈൻ, പോയിൻ്റ് 0, 1, 2, 3, -1, -2, -3. Then draw a perpendicular line through 1 unit. Mark 1 unit on that perpendicular line. Join O. We get a right angled triangle. Then base 1 unit and altitude 1 unit. Hypotenuse is √2 unit. Then draw an arc using √2 unit. √2 unit എടുത്തിട്ട് ഇവിടേക്ക് ഒരു ആർക്ക് വരയ്ക്കാം. That is √2 പൊസിഷൻ. ഇതാണ് √2ൻ്റെ പൊസിഷൻ. സിമ്പിൾ ആണല്ലോ, വെരി സിമ്പിൾ, വെരി സിമ്പിൾ അല്ലേ? ഓക്കെ, അതാണ് ഫസ്റ്റ് √2. സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതുക. റെപ്രസെൻറ്റ് √3 on a number line. √3, locate √3 on a number line. Locate √3 on a number line. Locate √3 on a number line. വളരെ മനോഹരമായിട്ട് നമ്പർ ലൈൻ പ്ലോട്ട് ചെയ്തു. വളരെ സിമ്പിളായിട്ട് നമ്പർ ലൈൻ മാർക്ക് ചെയ്തു. 0, 1, 2, 3, -1, -2, -3 ഒക്കെ വരച്ചു. √3 മാർക്ക് ചെയ്യണേ ഫസ്റ്റ് √2 കണ്ടുപിടിക്കണം. നോക്കൂ, ബേസ് √2 യൂണിറ്റ് ആൻഡ് ആൾട്ടിറ്റ്യൂഡ് 1 യൂണിറ്റ്. വി ഗെറ്റ് ഹൈപ്പോട്ടന്യൂസ് √2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 2 + 1 √3. ഹൈപ്പോട്ടന്യൂസ് വി ഗെറ്റ് √3 യൂണിറ്റ്. അപ്പോൾ √2 മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്തതിന് ശേഷമേ √3 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ്ലി റെപ്രസെൻറ്റ് √2 ഓൺ ദി നമ്പർ ലൈൻ. നമ്പർ ലൈനൊക്കെ പ്ലോട്ട് ചെയ്തു. 0, 1, 2, 3 ലെഫ്റ്റ്. ദെൻ 0 to 1 യൂണിറ്റ്. ഡ്രോ പെർപെൻഡിക്കുലർ ത്രൂ 1 യൂണിറ്റ്. മാർക്ക് 1 യൂണിറ്റ്. ദെൻ ജോയിൻ, ദാറ്റ് ഈസ് √2. √2 വെച്ചു. ഇനി ഈ പോയിന്റിൽ നിന്ന് ഇത് √2നെ ബേസ് ആക്കി വെക്കുക. ബേസ് ഈ പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. മേലോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ. ചിലർ പെർപെൻഡിക്കുലർ ലൈൻ ഭയങ്കര രസമുള്ള പെർപെൻഡിക്കുലർ ലൈൻ ആയിരിക്കും. ഇതാണ് പെർപെൻഡിക്കുലർ ലൈൻ. ചെടിയായിട്ട് കൊടുത്താൽ പെർപെൻഡിക്കുലർ തിരിഞ്ഞിങ്ങോട്ട് വന്നോളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, പെർപെൻഡിക്കുലർ എങ്ങനെയാണ്? അല്ല, ഇവിടെ 90 ഡിഗ്രിയിൽ പിടിക്കണം. പ്രൊട്രാക്ടർ 90യിൽ പിടിച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക. കറക്റ്റ് 90 ഡിഗ്രി. ദെൻ 1 യൂണിറ്റ് കോമ്പസിൽ എടുക്കുക. 0 to 1 സ്കെയിൽ എടുക്കരുത്, കോമ്പസിൽ ഈ പെർപെൻഡിക്കുലർ ലൈൻ്റെ മുകളിൽ പ്ലോട്ട് ചെയ്യുക. അത് 0 ആയിട്ട് ജോയിൻ ചെയ്യുക. ദാറ്റ് ഈസ് √3 യൂണിറ്റ്. ഈ സെക്കൻഡ് ലൈനാണ് √3 യൂണിറ്റ്. ബേസ് 1 √2, ആൾട്ടിറ്റ്യൂഡ് 1, ദെൻ ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു √3. ഇത് കോമ്പസിലെടുക്കുക. 0യിൽ വെച്ചിട്ട് കോമ്പസ് പിടിച്ച് ഇത് മെഷർമെൻറ്റ് കോമ്പസിലെടുത്തിട്ട് ഒരാർക്ക്.
ഇൻ ബിറ്റ്വീൻ 1 and 2 തന്നെയാണ് കിട്ടുക. ദാറ്റ് ഈസ് √3. സിമ്പിളാണല്ലോ. √2 കൺസ്ട്രക്റ്റ് ചെയ്തതിൽ ശേഷമേ √3 എടുക്കാവൂ. √2 എടുക്കുക, എന്നിട്ട് √3 വരയ്ക്കുക. ഒന്നുകൂടി ഞാൻ പറയാം. √3. ലൊക്കേറ്റ് √3 ഓൺ ദി നമ്പർ ലൈൻ. ലൊക്കേറ്റ് √3 ഓൺ ദി നമ്പർ ലൈൻ. ഫസ്റ്റ് നമ്പർ ലൈൻ 0, 1, 2, 3, -1, -2, -3. Then firstly draw 0 to 1, draw perpendicular through 1 unit, mark 1 unit on number perpendicular line, join 0, 1, 1, √2, hypotenuse √2. Then draw a perpendicular line, base √2 unit. ഇവിടേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ. പ്രൊട്രാക്ടർ ഇങ്ങനെ പിടിക്കുക, നിങ്ങൾ വളഞ്ഞ് തിരിഞ്ഞ് കളിക്കേണ്ട, പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ചാൽ മതി. 90 ഡിഗ്രിയിൽ വെച്ചു. Then 0 to 1 unit take and mark the perpendicular line. Join 0. We get √3. Hypotenuse is √3. Then take √3, mark number line. That is √3. അവിടെയാണ് √3 വരുന്നത്. ഓക്കെ. √2 കൺസ്ട്രക്റ്റ് ചെയ്താലേ √3 കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ്. ശ്രദ്ധിച്ചല്ലോ? വെരി ഗുഡ്. ദെൻ ലാസ്റ്റ് ലൊക്കേഷൻ. ലൊക്കേറ്റ് √5 ഓൺ ദി നമ്പർ ലൈൻ. ലൊക്കേറ്റ് √5 ഓൺ ദി നമ്പർ ലൈൻ. ലൊക്കേറ്റ് √5 ഓൺ ദി നമ്പർ ലൈൻ. അപ്പോൾ നമ്മളെ മെമ്മറിയിലേക്ക് വരുന്ന √5 എങ്ങനെ കിട്ടും? എങ്ങനെ കിട്ടുക? ബേസ് 2 യൂണിറ്റ് ആൾട്ടിറ്റ്യൂഡ് 1 ആക്കി എടുത്ത് നോക്കൂ. ബേസ് 2 യൂണിറ്റ് ആൾട്ടിറ്റ്യൂഡ് 1. പൈതഗോറസിൽ നോക്കൂ. √2² + 1² √4 + 1 √5. ശരിയല്ലേ? അല്ലേ? ആൾട്ടിറ്റ്യൂഡ് 5. ദെൻ ഡ്രോ എ നമ്പർ ലൈൻ. അടുത്ത പണി നമ്പർ ലൈൻ വരയ്ക്കുക. 0, 1, 2, 3, 4, -1, -2, -3. Then 0 to 2 unit ബേസ്. 2 യൂണിറ്റ് വരെ ബേസ് ആക്കി എടുക്കുക. ഡ്രോ എ പെർപെൻഡിക്കുലർ ലൈൻ ത്രൂ 2 യൂണിറ്റ്. 2 യൂണിറ്റിലൂടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. മാർക്ക് 0 to 1 യൂണിറ്റ് ഓൺ ദാറ്റ് പെർപെൻഡിക്കുലർ ലൈൻ. 1 യൂണിറ്റ് എടുത്തിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. ചില വിദ്വാൻമാർ, അതായത് കഴിവുള്ള ആളുകൾ 0 to 2 എടുത്തിട്ട് മൊത്തമായിട്ട് അങ്ങ് വരച്ചാളും. അപ്പോൾ 2 യൂണിറ്റും 2 യൂണിറ്റ് ആണെങ്കിൽ തെറ്റിയില്ലേ? തെറ്റി. മാർക്ക് 1 യൂണിറ്റ് ഓൺ ദി പെർപെൻഡിക്കുലർ ലൈൻ. ദെൻ ജോയിൻ. ഇവിടെ 1, ഇവിടെ 2 യൂണിറ്റ് ആണ് കിട്ടുക. ദെൻ വി ഗെറ്റ് ഹൈപ്പോട്ടനസ് ഈസ് √5 യൂണിറ്റ്. ഹൈപ്പോട്ടനസ് എത്ര കിട്ടി? √5. ദെൻ കോമ്പസിലെടുത്തു. ഡ്രോ എൻ ആർക്ക്. ഒരു ആർക്ക് ഇവിടേക്ക് വരച്ചു. ദാറ്റ് ഈസ് √5 ഇൻ ബിറ്റ്വീൻ 2 and 3. 2 and 3യിലായിരിക്കും കിട്ടുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. √2 ലൊക്കേറ്റ് ചെയ്യാൻ ബേസ് 1 ആൾട്ടിറ്റ്യൂഡ് 1. √3 ലൊക്കേറ്റ് ചെയ്യാൻ ബേസ് √2 ആൾട്ടിറ്റ്യൂഡ് 1 യൂണിറ്റ്. ദെൻ √5 എടുക്കാൻ ബേസ് 2 യൂണിറ്റ് ആൾട്ടിറ്റ്യൂഡ് 1 യൂണിറ്റ്. പെർഫെക്റ്റ് ആക്കി എടുത്തു. അപ്പോൾ ഈ 2 ടോപ്പിക്കാണ് നമുക്കിപ്പം പ്രാക്ടീസ് ചെയ്യാനുള്ളത്. ഒന്ന് റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പർ ലൊക്കേഷൻ. ഇറാഷണൽ നമ്പറിൻ്റെ ലൊക്കേഷനാണ്. അടുത്ത സൈഡ് ഹെഡിങ് എഴുതി വെച്ച് നിർത്താം. റിയൽ നമ്പേഴ്സ് ആൻഡ് ദെയർ ഡെസിമൽ എക്സ്പാൻഷൻ. റിയൽ നമ്പേഴ്സ് ആൻഡ് ദെയർ ഡെസിമൽ എക്സ്പാൻഷൻ. റിയൽ നമ്പേഴ്സ് ആൻഡ് ദെയർ ഡെസിമൽ എക്സ്പാൻഷൻ. ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇവിടെ ശ്രദ്ധിക്കുക. റിയൽ നമ്പേഴ്സ് ആൻഡ് ദെയർ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് എഴുതി വെക്കുക. ചില കേസിൽ നമുക്ക് എന്താ പറയുക, ഡെസിമൽ എക്സ്പാൻഷൻ എഴുതി വെക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ കേസ് 1 റിമൈൻഡർ ബിക്കംസ് 0. റിമൈൻഡർ ബിക്കംസ് 0. കേസ് 1 ആക്കിയിട്ട് എഴുതുക. റിമൈൻഡർ ബിക്കംസ് 0. ഡെസിമൽ എക്സ്പാൻഷൻ ആക്കുന്നതാണ്. റിമൈൻഡർ ബിക്കംസ് 0.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുക, 7/8 ഒരു നമ്പറാണ്. 7/8 റാഷണൽ നമ്പറിന് ഡെസിമൽസിലേക്ക് മാറ്റാം. 7/8 7 ഡിവൈഡഡ് 8 0 70 0.8 64 ബാലൻസ് 6 0 7 56 4 0 5 40 remainder 0 remainder becomes 0. Then 1/2 1 divided 2 0 0.5 10 0 remainder becomes 0. Then remainder becomes 0 കിട്ടുന്ന റാഷണൽ നമ്പേഴ്സ് ആണ് ഇതൊക്കെ. അടിയിൽ എഴുതി വെക്കുക. For case 1 remainder becomes 0. In all these cases the decimal expansion terminates or ends after finite number of steps, end after finite number of steps. We call the decimal expansion of such numbers terminating. We call the decimal expansion of such numbers terminating decimal expansion. Case 1 remainder becomes 0. It is called terminating decimal expansion. എന്താ വിളിക്കുക? terminating decimal expansion. അപ്പോൾ മൂന്നാമത്തെ ടോപ്പിക്കാണ് റിയൽ നമ്പേഴ്സ് ആൻഡ് ദർ ഡെസിമൽ എക്സ്പാൻഷനിൽ കേസ് 1 ആണ് റിമൈൻഡർ ബിക്കംസ് 0. അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെയാണ് ഞാനിവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. സെക്കൻഡ്, റിമൈൻഡർ നെവർ ബിക്കംസ് 0. സെക്കൻഡ് കേസ് 2 റിമൈൻഡർ നെവർ ബിക്കംസ് 0. ഫോർ എക്സാമ്പിൾ 10/3 10 divided 3 3 3s are 9 1 0.39 then 0 39 1 0 3 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. ഫോർ എക്സാമ്പിൾ 1/7 അതൊന്നും എങ്ങനെയാണ് 0 0.1730 4 28 20 216 40 535 507 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. 0.142571 42857 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്കതിന് ഒരു എക്സ്പാൻഷൻ എഴുതി വെക്കാം. In all these cases in all these cases the decimal expansions non-terminating recurring repeating. No, in all these cases the decimal expansion non-terminating recurring ബ്രാക്കറ്റിൽ വേണമെങ്കിൽ റിപ്പീറ്റിംഗ് എഴുതിക്കുക. റിപ്പീറ്റിംഗ് non-recurring repeating. We call this decimal expansion such a numbers non-terminating recurring. We call the decimal expansion of such numbers non-terminating recurring. അപ്പോൾ 2 ടൈപ്സ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. ഫസ്റ്റ് terminating decimal expansion, remainder becomes 0. Then non-terminating recurring or repeating, the remainder never becomes 0. 0 കിട്ടത്തില്ല, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതാണ് അതിൻ്റെ ടോപ്പിക്ക് വരുന്ന ഒരു കേസ്. ഒരു എക്സാമ്പിൾ എഴുതിയിട്ട് നമുക്ക് അവസാനിപ്പിച്ച് നിർത്താം. Write the following in decimal form and say what kind of decimal expansion of each has, and say what kind of decimal expansion in each case each has. First one, 36/100 എന്ത് പറയാം? 0.36 ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. അവിടെ തന്നെ നമുക്ക് ഡിവൈഡ് പോലും ചെയ്യണ്ട, ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. 1/11 എങ്ങനെയാണ്? 1/11 1 divided 11 10 0 point അല്ലേ?
0.0 ഇതിൽ പോയില്ല. 0 to 100 9 99 1 0 0 100 9 0 9 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നോൺ ടെർമിനേറ്റ് റെക്കറിങ്. നെക്സ്റ്റ് 4 1/8. 4 8s are 32. 32 plus 1 33/8. 33 divided by 8 4 32 1 0.1820 2 16 4 0 5 4.125 terminating decimal expansion. നോക്കൂ, 4 8s 32, ബാലൻസ് 1 0 0.21820.216, ബാലൻസ് 4 0 8 4.125. It's a terminating decimal expansion. Next 3/13. 3 divided 13 0 0.22640 3 39 1 0 0 പോയിൻ്റ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക അല്ലേ. അത് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഒക്കെ എഴുതി വെക്കണേ. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. അടുത്തത് 2/11. 2/11 എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 2/11 ഇങ്ങനെ പോകുന്നത് എങ്ങനെയാണ് പോകുന്നത്? 0 0.1 11 9 0 8 88 20 18 0.18 എക്സെട്ര ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. ലാസ്റ്റ് 1 329/400. 329 divided by 400 0 0.8 32 3200 0 9 0 2 800 0 0 1000 2 800 ബാലൻസ് 200 1000 2000 5 2000. ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ 0.8225. ഈ ടോപ്പിക് വരെയാണ് നമുക്ക് റിവൈസ് ചെയ്ത് വെക്കേണ്ടത്. റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ ആൻഡ് ഡെസിമൽ എക്സ്പാൻഷൻ 3 ടോപ്പിക്കാണ്. വാട്ട് ഇസ് മീൻ ബൈ റാഷണൽ നമ്പർ? Rational number is a number. It can be expressed as P by Q form. P and Q are integer, Q not equal to 0. What is irrational number? Irrational number is a number cannot be expressed as in the form P by Q. √2, √3, √5 locate ചെയ്തു. Then next decimal expansion. Case 1 remainder becomes 0. Case 2 remainder never becomes 0. Okay? മുഴുവൻ കാര്യങ്ങൾ നോട്ടിൽ എഴുതിയിരിക്കണം, ചെയ്ത് പഠിച്ചിരിക്കണം. സൺഡേ റിവിഷനിൽ പ്രാക്ടീസ് ചെയ്യണം. സൺഡേ റിവിഷൻ ചെയ്യുന്നത് 3 to 5 o'clock. 3 to 5 അല്ല, 10 to 12 o'clock ലൈവ് ഡിസ്കഷൻ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.